എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ മലയാളം വൊക്കാബുലറി സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് പര്യായപദത്തിന്റെ 3ാമത്തെ ക്ലാസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ 2 ക്ലാസ്സിനകത്തവര് തീർച്ചയായും പ്ലേലിസ്റ്റിൽ പോയ വീഡിയോസ് കാണുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്ന പദം കഴുകൻ എന്നതാണ്. അപ്പൊ കഴുകന്റെ പര്യായങ്ങളായിട്ട് വരുന്ന പദങ്ങളാണ് ഗൃധ്രം, ആജം, ദീർഘദർശി, ദാക്ഷായം തുടങ്ങിയവ. അപ്പൊ കഴുകനെ ഗൃധ്രം എന്ന് വിളിക്കുന്നത് അതിന്റെ ഒരു അത്യാഗ്രഹമായി ബന്ധപ്പെട്ട ഒരു സ്വഭാവം കൊണ്ടാണ്. ഗൃധ്രം എന്നത് സംസ്കൃതത്തില് അത്യാഗ്രഹം എന്നാണ് അതിന് അർത്ഥം വരുന്നത്. ഇപ്പൊ നമുക്കറിയാം കഴുകന്മാര് ഭക്ഷിക്കുന്നത് ശവശരീരങ്ങള്, മൃതദേഹങ്ങളൊക്കെയാണ്. അപ്പൊ ഇതുങ്ങള് ഇങ്ങനെ ശവശരീരങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതുങ്ങൾ അത് ഭക്ഷിച്ച് തീരാതെ അവിടുന്ന് മാറത്തില്ല. അതായത് ബാക്കിയുള്ള ജീവി അല്ലെങ്കിൽ ജന്തുലോകത്തെ അവിടെ അടുപ്പിക്കാതെയാണ് ഇതുങ്ങള് ഈ ഒരു ശവശരീരത്തെ ഭക്ഷിക്കുന്നത്. അപ്പം ഇതിന്റെ ഈ ഒരു നേച്ചർ കൊണ്ടാണ് അതിനെ ഗൃധ്രം എന്ന് പറയുന്നത്. അപ്പം ആടുജീവിതം സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതിനകത്ത് പൃഥ്വിരാജ് വരുന്ന ആ ക്യാമ്പില് പൃഥ്വിരാജിനെ തൊട്ട് മുന്നേ ഒരു ഹിന്ദിക്കാരൻ വന്ന് കിടപ്പുണ്ട് അല്ലെ. അപ്പം ഇദ്ദേഹം മരിച്ച് ഒരു മരുഭൂമിയിൽ കിടക്കുന്ന സമയത്ത് കഴുകന്മാരിട്ട് കൊത്തി വലിക്കണം. അപ്പൊ ഇത് കണ്ട് പൃഥ്വിരാജ് കഴുകന്മാരെ ഓടിച്ച് ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ കഴുകന്മാര് വന്ന് അതിലും ശക്തിയായിട്ട് പൃഥ്വിരാജിനെ കൊത്തി ഓടിക്കുന്നൊക്കെ നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു സ്വഭാവത്തെയാണ് അതിനെ ഗൃധ്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പദമാണ് ദീർഘദർശി. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കഴുകൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള ജീവിയും. PSCയുടെ പഴയ ഫോർമാറ്റിൽ വരുന്ന സമയത്തുള്ള ചോദ്യത്തിൽ ഒന്നായിരുന്നു പകൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷി ഏതാണെന്നത്. അതിന് ഉത്തരം കഴുകൻ തന്നെയാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ ദീർഘദർശി എന്നും പറയുന്നത്. കഴുകന്റെ മറ്റൊരു പര്യായമാണ് ആജം എന്നത്. ആയിക്ക് ദീർഘമുണ്ടെന്ന് ഓർക്കുക. അത് അജം എന്ന് പറഞ്ഞാൽ ആട് എന്നതാണ്. അജം എന്നാൽ ആട് എന്നാണ്, അത് മാറിപ്പോകരുത്. അടുത്ത പദമാണ് ദാക്ഷായം എന്നത്. വിഷ്ണു ഭഗവാന്റെ പക്ഷി എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ ദാക്ഷായം എന്ന് പറയുന്നത്. ദാക്ഷായം അഥവാ ഗരുഡൻ എന്നൊക്കെ പറയുന്നത് വിഷ്ണു ഭഗവാന്റെ പക്ഷി എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് കാക്കയുടെ പര്യായമാണ്. കരടം, കാരവം, കാകൻ, വായസം, ഏകദൃഷ്ടി, പരഭൃതത്ത് എന്നൊക്കെ അറിയപ്പെടുന്നത് കാക്കയാണ്. കരടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനോഹരമല്ലാത്ത ശബ്ദം പുറപ്പെടുവിക്കുന്ന എന്ന അർത്ഥത്തിലാണ്. കാരവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാ എന്നൊരു ശബ്ദം പുറപ്പെടുവിക്കുന്ന എന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇടയ്ക്ക് പറയും അല്ലെ, കളകളാരവം എന്ന് നമ്മൾ പറയും അല്ലെ. അതുപോലെ നമ്മൾ ജനാരവം എന്ന് പറയും, ജനത്തിന്റെ ശബ്ദം ജനാരവം. അതുപോലെ കളകളമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന അല്ല, ഇപ്പൊ നദിയെ പറ്റിയൊക്കെ അല്ലെങ്കിൽ ഒക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയും. കാ എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നതാവുമ്പോൾ അതിനെ കാരവം എന്ന് പറയും. അടുത്ത പര്യായമാണ് കാകൻ എന്നത്. കറുത്ത നിറമുള്ള എന്നതാണ് ഈ ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. കാക്കയുടെ നിറം കറുത്തതായതുകൊണ്ടാണ് അതിനെ കാകൻ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് വായസം എന്ന പദം. കാക്കയെ വായസം എന്ന് വിളിക്കുന്നത് അതിന്റെ ഗമനശീലം അഥവാ അതിന്റെ യാത്ര ചെയ്യാനുള്ള ആ ഒരു ശീലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കാക്കയുടെ അടുത്ത പര്യായമാണ് ഏകദൃഷ്ടി എന്നത്. കാക്ക നോക്കുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ തല ചെരിച്ച് ഒരു കണ്ണുകൊണ്ടായിരിക്കും ഈ കാക്ക നോക്കുന്നത്. ഏത് കണ്ണുകൊണ്ടാണോ നോക്കാൻ ഭാവിക്കുന്നത് അതിലെ ദർശനശക്തി കാണുകയുള്ളൂ എന്നതുകൊണ്ടാണ് കാക്കയെ ഏകദൃഷ്ടി എന്ന് വിളിക്കുന്നത്. കാക്കയുടെ അടുത്ത പര്യായമാണ് പരഭൃതത്ത് എന്നത്. അന്യനെ ഫലിക്കുന്നത് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷികളിലെ പോലീസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പക്ഷിയാണ് അല്ലെ കാക്ക. അപ്പം ഈ ഒരു കാരണം കൊണ്ട് അതെ, അതുപോലെ തന്നെ കുയിലിന്റെ കൂട്ടില് മുട്ടയിടുന്നത് കൊണ്ടും ഒക്കെ തന്നെയാണ് കാക്കയ്ക്ക് പരഭൃതത്ത് എന്ന് പേര് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് കുയിലിന്റെ പര്യായമാണ്. അപ്പൊ കുയിലിന്റെ പര്യായം നമുക്ക് അറിയാലോ, കോകിലം എന്ന പര്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെയുള്ളതാണ് പികം, പരഭൃതം, കളകണ്ഠം, വനപ്രിയം എന്നിവ. ഇപ്പൊ നമുക്ക് ഇതിൽ ബേസിക്കലി അറിയേണ്ടത് കുയിൽ എന്ന പക്ഷിയുടെ ശബ്ദ മാധുര്യമാണ്. അപ്പൊ ഇതറിയാമെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്തെ പല വാക്കുകൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് പരീക്ഷയിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഏറ്റവും ആദ്യത്തെ കുയിലിന്റെ പര്യായമാണ് കോകിലം എന്നത്. ശബ്ദമാധുര്യം കൊണ്ട് ഹൃദയത്തെ ആദാനം ചെയ്യുന്ന എന്നർത്ഥമാണ് കോകിലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സംഗീതത്തിന്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാല് ചിത്രചേച്ചിയുടെ ഒക്കെ ശബ്ദം അല്ലെ വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ചിത്രചേച്ചി വിളിക്കുന്നത് എന്താ, ഗാനകോകിലം KS ചിത്ര അല്ലെ. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പദമാണ് കളകണ്ഠം എന്നത്. മധുരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന കൊണ്ടാണ് ഇതിനെ കളകണ്ഠം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്റെ ശബ്ദത്തിന്റെ മാധുര്യത കൊണ്ട് തന്നെ വരുന്ന മറ്റൊരു പര്യായമാണ് വനപ്രിയം എന്നത്. വനത്തിന് ഏറെ പ്രിയപ്പെട്ടത് എന്നതാണ് ഈ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് മറ്റൊരർത്ഥം
ഒരു ആന്തരികാർത്ഥം ഉള്ളതെന്ന് വെച്ചാല് കുയിലിന്റെ ശബ്ദം ഒരു വനത്തിൽ നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ അവിടെ എക്കോളജിക്കലി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അപകടങ്ങൾ ഒന്നുമില്ല എന്നൊക്കെ തന്നെയാണ്. കുയിലിന്റെ അടുത്ത പര്യായ പദമാണ് പികം എന്നത്. കൂർത്ത ചിറകുകളും നീണ്ട വാലും ഉള്ള എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുയിലിന്റെ അടുത്ത പര്യായമാണ് പരഭൃതം എന്നത്. അന്യനാൽ ഭരിക്കപ്പെടുന്നത് എന്നതാണ് പരഭൃതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ കാക്കയുടെ നേരത്തെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു പരഭൃതത്ത് എന്ന വാക്ക്. കുയില് പരഭൃതമാണ്, കാക്ക പരഭൃതത്താണ് എന്നത് ഓർക്കുക. പരഭൃതത്ത് എന്നാൽ അന്യനെ ഭരിക്കുന്ന എന്നതാണ്, അത് കാക്കയാണ്. പരഭൃതം എന്നാൽ അന്യനാൽ ഭരിക്കപ്പെടുന്ന എന്നതാണ്, അത് കുയിലാണ്. അടുത്തത് കോഴിയുടെ പര്യായ പദങ്ങളാണ്. കുക്കുടം, ചരണായുധം, താമ്രചൂഢം, രൂപധം തുടങ്ങിയവയാണ് കോഴിയുടെ പര്യായങ്ങളായിട്ട് വരുന്നത്. ഇതിൽ കുക്കുടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ് അല്ലെ. അടുത്ത പദമാണ് ചരണായുധം. പാദങ്ങളെ ആയുധമാക്കുന്നത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കോഴിപ്പോരൊക്കെ നമ്മൾ യൂട്യൂബിലോ സിനിമയിലോ ഒക്കെ കണ്ടിട്ടുള്ളപ്പോൾ നമുക്കറിയാം അല്ലെ, ഇതിന്റെ കാലിലാണ് ആയുധം വെച്ച് കെട്ടി ഇതിന്റെ ഒരു കോഴിപ്പോര് നടത്തുന്നത്. അതുപോലെ തന്നെ കോഴികൾ ചകയാനും അതിന്റെ ഇര കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതും ഈ പാദങ്ങളാണ്. അപ്പൊ ചരണത്തെ ആയുധമാക്കിയിട്ടുള്ളത് ആരാ? കോഴിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ചരണായുധം എന്ന് വിളിക്കുന്നത്. അടുത്താണ് താമ്രചൂഢം. തലയിൽ ചെമന്ന പൂവുള്ളത് എന്നതാണ് ഇതിനർത്ഥം വരുന്നത്. അപ്പൊ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ചുവപ്പല്ല, ചുമപ്പല്ല, ചെമപ്പ് എന്ന് തന്നെയാണ് നമ്മൾ പലപ്പോഴും തെറ്റി ഉച്ചരിക്കുന്ന ചുമപ്പിന് പറയേണ്ടത് കേട്ടോ. അടുത്ത പദമാണ് രൂപധം എന്നത്. ഭംഗിയുള്ള, നിറങ്ങളുള്ള എന്നതൊക്കെയാണ് രൂപധം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പൂവൻകോഴിയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അല്ലെ, അതിന്റെ പല നിറങ്ങളും അതിന്റെ അങ്കവാലും ഒക്കെ ചേർന്ന് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഭംഗി. അപ്പൊ ഇതുകൊണ്ടാണ് അതിന് രൂപധം എന്ന് പറയുന്നത്. LDCയുടെ ഒരു പരീക്ഷയില് 2017 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ചോര എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? അപ്പൊ അതിന്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: എ രൂപധം, ബി ശോണിതം, സി രുധിരം, ഡി രോഹിതം. അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കുന്നത് ചിറകിന്റെ പര്യായ പദങ്ങളാണ്. പത്രം, പക്ഷം, പദത്രം, തനിരൂഹം, ഗരുത്ത് തുടങ്ങിയവയാണ് ചിറകിന്റെ പര്യായ പദങ്ങളായിട്ട് വരുന്നത്. സംസ്കൃതത്തില് ചിറകിനെ പത്ര, പക്ഷ് എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നാണ് മലയാളത്തില് പത്രം, പക്ഷം എന്നിങ്ങനെയൊക്കെ തന്നെ ചിറകിന് ഉപയോഗിക്കുന്നത്. അടുത്ത പദമാണ് പദത്രം. പറക്കുന്നവനെ രക്ഷിക്കുന്നത് എന്നാണ് ഇതിന് അർത്ഥം വരുന്നത്. അപ്പോ പദത്രം എന്നത് ചിറകാണ് എന്നോർക്കുക. അതുപോലെ തന്നെ സാമ്യതയുള്ള മറ്റൊരു പദമാണ് പാദത്രം. പാദത്രം എന്നാൽ ചെരുപ്പ് എന്നതാണ്. അടുത്ത പദമാണ് തനുരൂഹം. ഇതും ഒരു സംസ്കൃത പദം തന്നെയാണ്. തനു എന്നാൽ ശരീരം എന്നതും രൂഹം എന്നാൽ അതിലെ രോമങ്ങൾ എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. തനുരൂഹം എന്ന് സംസ്കൃതത്തിലെ പല ഗ്രന്ഥങ്ങളിലും പക്ഷികളുടെ ചിറകിനെയാണ് പരാമർശിക്കുന്നത്. അടുത്തതാണ് ഗരുത്ത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സില് അരയന്നത്തിന്റെ പര്യായങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പഠിച്ചിരുന്നു ശ്വേതഗരുത്തം എന്നത്. അവിടെ നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? വെളുത്ത ചിറകുകളോട് കൂടിയ എന്നതാണ്. ഗരുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിറക് എന്നതാണ്.